All welcome back to Learning Planet. ലേണിംഗ് പ്ലാനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ട്. എന്നാലും ഇംഗ്ലീഷ് ആയതുകൊണ്ട് പലപ്പോഴും അതിലെ ടെൻസുകൾ എന്തായിരിക്കും, അതങ്ങനെ പറഞ്ഞാൽ ഏത് ടെൻസിലായിരിക്കും പോവുക, നമ്മൾ ചോദിക്കുന്ന അതേ ടെൻസിൽ തന്നെയാണോ ഉത്തരം പറയുന്നത്, ഈ വക പ്രശ്നങ്ങളെല്ലാം നമുക്കൊന്ന് പരിഹരിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ നോക്കുന്ന അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പം യാതൊരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളത് വർക്കൗട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും നന്നായിട്ട് പരിശ്രമിക്കുക. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഈ മലയാളത്തിലുള്ള സെൻറ്റൻസുകൾ എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്നത് നോക്കാം. ഞാൻ ശ്രമിക്കാറുണ്ട്, ഞാൻ ശ്രമിക്കുന്നു, ഇത് രണ്ടും ഒരു ടെൻസാണ്, പതിവാണ്, അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. ആവർത്തിക്കുന്നു പറഞ്ഞാൽ എല്ലാ ദിവസവും ആവർത്തിക്കണമെന്നില്ല, വല്ലപ്പോഴൊക്കെ ആവർത്തിച്ചാൽ മതി. ഒരാൾ ഇൻ്റർവ്യൂവിന് പോകുന്നു വിചാരിക്കുക, ഇതുവരെയായിട്ടും ശരിയായിട്ടില്ല. അപ്പോൾ നീ ഇൻ്റർവ്യൂവിന് പോകുന്നത് എന്തായാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഞാൻ ശ്രമിക്കാറുണ്ട്, ഞാൻ ശ്രമിക്കുന്നു. എല്ലാ ദിവസവും 2 നേരം വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആ മാസത്തിലോ 2 മാസമോ കൂടുമ്പോഴായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇയാൾ ലക്ഷ്യത്തിലെത്തുക. അപ്പോൾ അതേപോലെ ഇപ്പോൾ നോക്കാം, ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്ക്, ഞാൻ എന്ന വാക്കത അവിടെ കണ്ടു. ട്രൈ ഒന്നാമത്തെ രൂപം, ഇതാണ് സിമ്പിൾ പ്രസൻറ്റ്. സബ്ജക്റ്റ് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഐ ബഹുവചനമായതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ എസും ചേർക്കാത്തത്. ബാക്കി എല്ലാ ഏകവചനമായ സബ്ജക്റ്റുകൾക്കും, ഇത് ഏകവചനമല്ല, ഇതിന് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ എന്നാണ് പറയുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ബഹുവചനമായി പരിഗണിക്കുന്ന ഒരു പ്രോനൗണാണ്. അപ്പം ഞാൻ വരുമ്പോഴൊക്കെ എസും വേണ്ട, ഐ ട്രൈ. പകരം ഇവിടെ അവനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഹീ ട്രൈസ് എന്നാണ് പറയുക. ഹീ ട്രൈസ്. ടോം ആണ് ശ്രമിക്കുന്നതെങ്കിൽ ടോം ട്രൈസ് എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഈ 2 സെൻറ്റൻസുകളും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഇയാൾ പതിവായി ചെയ്യുന്നു അല്ലെങ്കിൽ ആവർത്തിക്കുന്നു. ഇത് നമ്മുടെ ഈ ഒരു പ്രസൻറ്റിൽ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ആവർത്തിക്കുകയോ ദിവസം ആവർത്തിക്കുകയോ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് പറയുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചപ്പോഴും പറയുന്നു ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഇപ്പോൾ തുടരുന്നു എന്ന് മാത്രമായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ നോക്കാം, ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു, ഐ ആം ട്രൈയിങ്. അപ്പോൾ ഇവിടെ ഇതായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഐ ആം ട്രൈയിങ്, ഐ ആം ട്രൈയിങ്, ഐ ആം ട്രൈയിങ് ടു ഗെറ്റ് എ വിസ. ഞാനൊരു വിസ കിട്ടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഐ ആം ട്രൈയിങ് ടു ഗെറ്റ് എ ജോബ്. ഞാനൊരു ജോലി കിട്ടാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിന് പകരം ഐ എന്നതിന് പകരം നമ്മളവിടെ ഒരു വ്യക്തിയുടെ പേര് എഴുതി, ഇപ്പോൾ ബഷീർ എന്ന് എഴുതി വിചാരിക്കാം. അപ്പോൾ ബഷീർ ഇവിടെ എന്ത് വരും? അപ്പം ഈസ് എന്ന് വരും. ബഷീർ ഈസ് ട്രൈങ്, ബഷീർ ഈസ് ട്രൈങ് ഫോർ എ ജോബ്. ബഷീർ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അറ്റ് പ്രസൻറ്റ് ഈസ് ട്രൈങ് ഫോർ എ ജോബ്. അപ്പോൾ നോക്കൂ, ഐ ട്രൈ സിമ്പിൾ പ്രസൻറ്റ്, ഐ ആം ട്രൈങ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇനി അടുത്തത്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രമം കഴിഞ്ഞു എന്ന് അർത്ഥമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ശ്രമം നിർത്തിയിട്ടില്ല എന്നുള്ളൊരു സൂചനയുമുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ ഹാവ് ട്രൈഡ്, ഐ ഹാവ് ട്രൈഡ്. അപ്പോൾ ഐ ട്രൈ ഇത് സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് ഇതിന് ടെൻസിന് പറയുക. പക്ഷേ നമ്മളത് എപ്പോഴും നിങ്ങൾ പതിവായിട്ട് എന്ത് കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ പറയുക? ഞാൻ മാർക്കറ്റിൽ പോകാറുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം. ഐ ഗോ ടു മാർക്കറ്റ് എവറി ഈവനിങ്, ഐ ഗോ ടു മാർക്കറ്റ് എവറി ഈവനിങ്. ഐ ഗോ എന്നത് ഇവിടെ വരുമ്പോൾ നോക്കുക, ഐ ആം ഗോയിങ് എന്നാകും. ഇവിടെ അപ്പം എന്താവും? ഐ ഹാവ്. ഗോ എന്നതിന് മൂന്നാമത്തെ രൂപം എന്താണ്? ഗോൺ. ഐ ഹാവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടേക്ക് തന്നെ വരാം. ഐ ഹാവ് ട്രൈഡ്, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ശ്രമിക്കാറുണ്ട്, ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അത് പ്രസൻറ്റിലേക്കൊരു കണക്ഷൻ ഉണ്ട്. ഇനി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, എന്താണ് വ്യത്യാസം? കുറേ കാലമായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം നിങ്ങൾ ഈ ചോദിക്കുമ്പോൾ ഞാനിതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ ഈ ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ 3 ടെൻസും കൂടെ നമ്മൾ ഒന്നിച്ച് പറയുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബീൻ ട്രൈങ്, ഐ ഹാവ് ബീൻ ട്രൈങ്, ഐ ഹാവ് ബീൻ ട്രൈങ്. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ സുഹൃത്താണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ എങ്ങനെ പറയും? ഇവിടെ എൻ്റെ സുഹൃത്തൊന്ന് വരിക ഐൻ്റെ സ്ഥാനത്ത്.
അപ്പോൾ എങ്ങനെ വരും? മൈ ഫ്രണ്ട് ഹാസ് ബീൻ, ഒരാളേ ഉള്ളൂ. മൈ ഫ്രണ്ട് ഹാസ് ബീൻ ട്രൈങ് ഫോർ എ ജോബ്, എൻ്റെ ഫ്രണ്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഹി ഹാസിൻ സക്സീഡഡ് യെറ്റ്, ഇതുവരെയായിട്ടും അയാൾ വിജയിച്ചിട്ടില്ല. ഈ ടെൻസിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാം. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ബസ് കാത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ വരും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ്, ഇറ്റ് ഹാസിൻറ്റ് അറൈവ്ഡ് അറ്റ്. അപ്പോൾ ഇവിടെ എത്തി. ഇറ്റ് എന്ന് പറയുമ്പോൾ അത് ബസ് ഹാസിൻറ്റ്, ആസ് ബസ് ഒന്നേ ഉള്ളൂ. ബസ് ഹാസ് നോട്ട് അറൈവ്ഡ് യെറ്റ്, അങ്ങനെ വരും അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് വേറെ അതായത് ബഹുവചനമായിട്ടുള്ളതോ ഏകവചനമായിട്ടുള്ളതോ ഒക്കെ ഒന്ന് നമുക്ക് ഷഫിൾ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ നമുക്ക് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഈ സെൻറ്റൻസുകളൊന്നുകൂടെ നോക്കാം. ഒരു സെൻറ്റൻസ് മാറ്റി അവനെന്നായി, നേരത്തെ ഐ എന്നായിരുന്നു. അപ്പോൾ അവനാകുമ്പോൾ ഒരാളേ ഉള്ളൂ അല്ലേ? അവൻ. അപ്പോൾ അവൻ ഇവിടെ താമസിക്കുന്നു, ഇങ്ങനെ എഴുതാം. അവനിവിടെ താമസിക്കാറുണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ വന്ന് ഇവിടെ താമസിച്ചു പോകുന്നു. ഇപ്പോൾ അവൻ ഇവിടെ താമസിക്കുന്നു, അപ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി അവനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ അവനിവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ സമയത്ത് എന്തായാലും ആളിവിടെ ഉണ്ട്. ചിലപ്പോൾ നാളെ തന്നെ ഇവിടുന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അവനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവനിവിടെ താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് താമസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചോദിച്ചാൽ കൃത്യമായി ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറയുന്നു, അവനിവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയുക. അപ്പോൾ അവൻ ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഈ അടുത്ത സമയങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾ ഇവിടുന്ന് അധികം ദൂരമൊന്നും പോയിട്ടില്ല, ഇവിടെയൊക്കെ ഉണ്ട്, അതാണ്. ഇനി അവനിവിടെ താമസിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അവനിവിടെ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി, ഇപ്പോഴും ഈ പറയുന്ന സമയത്തും ഇവിടെ ഉണ്ട്. ആളിവിടുന്ന് മാറാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. ഇനിയും ആളിവിടെ തന്നെ കുറേ കാലം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അയാളുടെ അത്തരം കമ്മിറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെയാണ് പറയും. അപ്പോൾ അവനിവിടെ താമസിക്കാറുണ്ട്. പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് ഇതിന് പറയുക. അവൻ ഒരാളേ ഉള്ളൂ. സ്റ്റേ, താമസിക്കുക എന്നുള്ളതിന് നമ്മൾ സ്റ്റേയ്സ്. ഒരാളുള്ളതുകൊണ്ട് നമ്മളിവിടെ ഡെസ് എന്നതാണ് ഇവിടെ എസ് ആയിട്ട് വരുന്നത്. സ്റ്റേയ്സ്, ഹി സ്റ്റേയ്സ് ഹിയർ. ഞാനാണ് ഇവിടെ താമസിക്കുന്നത് ഇങ്ങനെ പറയും, ഐ സ്റ്റേ ഹിയർ. ഞങ്ങളാണ് താമസിക്കുന്നതെങ്കിലോ, വി സ്റ്റേ ഹിയർ. ഓക്കെ. അതുപോലെ അവൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കാലമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടെന്ന് അർത്ഥം ചിന്തിക്കേണ്ട. ഇപ്പോൾ അയാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ഹീ സ്റ്റേയിങ് ഹിയർ. അവനിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബസ് വന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ സമയത്ത് ബസ് വന്നുകൊണ്ടിരിക്കും. ബസ് ഈസ് കമ്മിങ്. അവൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കമ്മിങ് ബാക്ക്. അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ നോക്കാം. ഇനി അവനിവിടെ താമസിച്ചിട്ടുണ്ട്. ഈ റീസെൻ്റായിട്ട് അയാൾ താമസിച്ചിട്ടുണ്ട്. എന്നാ താമസിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഹി ഹാസ് സ്റ്റേയ്ഡ് ഹിയർ. ഹി ഹാസ്, ഒരാളായതുകൊണ്ട് ഹാസ് വന്നു. ഐ, വി, യു, അല്ലെങ്കിൽ ബോയ്സ്, ഗേൾസ്, ഇങ്ങനെ പ്ലൂറലായിട്ടുള്ള എന്ത് വന്നാലും, ബഹുവചനമായിട്ടുള്ള എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, ഹാവ് ചേർക്കുക. സിംഗുലർ ആണെങ്കിൽ ഒരാളെ സൂചിപ്പിക്കുന്ന എന്ത് വന്നാലും, ഹീ, ഷീ, ഇറ്റ്, ആളുകളുടെ പേരുകളെല്ലാം ഏകവചനമായിട്ടല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഹാസ് ഉപയോഗിക്കാം. എന്നിട്ട് തേർഡ് ഫോം ഉപയോഗിക്കണം, വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. ഹി ഹാസ് സ്റ്റേയ്ഡ് ഹിയർ റീസെൻ്റ്ലി. ദാറ്റ് പേഴ്സൺ ഹാസ് സ്റ്റേയ്ഡ് ഹിയർ റീസെൻ്റ്ലി. ഈ അടുത്ത കാലത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഹിം. ഹി ഹാസ് സ്റ്റേയ്ഡ് ഹിയർ. എനിക്ക് വേറെ ഐഡിയകളൊന്നും അയാളെക്കുറിച്ച് ഇല്ല. ഇനി അവനിവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങളായിട്ട് അയാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സൂചന വരുമ്പോഴാണ് ഹി ഹാസ് ബീൻ സ്റ്റേയിങ്. ഞാനാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് വരും ഐ ഹാവ് ബീൻ സ്റ്റേയിങ്. ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ഇവിടെ താമസിച്ചത്. അവർ ഫ്രണ്ട്സ്, അപ്പോഴും ബഹുവചനമായി. അവർ ഫ്രണ്ട്സ് ഹാവ് ബീൻ. ഇവിടെ ഒരാളേ ഉള്ളൂ, ഹാസ് ബീൻ. അപ്പോൾ നോക്കാം. ഹി ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ. അവൻ ഇവിടെ താമസിച്ചുകൊണ്ടേയിരിക്കുന്നു. 25 വർഷമായിട്ട് അവൻ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹി ഹാസ് ബീൻ സ്റ്റേയിങ് ഹിയർ ഫോർ 25 years. He has been staying here for 25 years. He has been staying here for a long time. കുറേ കാലമായി അയാൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് 4 ടെൻസുകളാണ്, പ്രസൻറ്റിലുള്ള 4 സബ് ഡിവിഷൻസാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എസ് ചേർത്തു. ഇവിടെ പ്ലൂറൽ ആയിരുന്നു സബ്ജക്റ്റെങ്കിൽ ഒന്നിലധികം പേര് എന്ത് വന്നാലും സ്റ്റേ എന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ അതേപോലെ ഹി ഈസ് എന്ന് വന്നു. ഇവിടെ വി എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ആർ എന്ന് ചേർക്കും. ഐ എന്നാണ് വരുന്നതെങ്കിൽ നമ്മൾ ആം എന്ന് ചേർക്കും. അതായത് ഇവിടെ ഒന്നിലധികം പേര് എന്ത് വന്നാലും, ഇപ്പോൾ ബോയ്സ്, ഗേൾസ്, ലേഡീസ്,
അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആർ എന്ന് ചേർക്കും. വി, യു, ദേ എന്നിങ്ങനെയുള്ള പ്രോനൗൺസ് വരാൻ വി ഞങ്ങൾ, യു നിങ്ങൾ, നീ. ഒരാളാണെങ്കിൽ യു ബഹുവചനമായിട്ട് കണക്കാണ്. അപ്പോൾ യു ആർ, വി ആർ, ദേ ആർ. അപ്പോൾ അതുപോലെ ഇവിടെ ഹി, ഷീ, ഇറ്റൊക്കെ വരുമ്പോൾ ഈസി ചേർക്കും. അതേപോലെ ഇവിടെ ഹി, ഷീ, ഇറ്റ് വരുമ്പോൾ ഹാസ് വരും. അതേപോലെ ഐ, വി, യു, ദേ വരുമ്പോൾ നമ്മൾ ഹാവ് ചേർക്കും. ബഹുവചനം എന്ത് വന്നാലും ഹാവ് ചേർക്കും. ഒരെണ്ണത്തെ സൂചിപ്പിക്കുക എന്ത് വന്നാലും ഹാസ് ചേർക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ എസ് ഉള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സിംഗുലറായിട്ട് കണക്കാക്കണം. ഹാസ്, അപ്പോൾ ഇത് സിംഗുലറാണ്. ഹാസ് ബീൻ സിംഗുലറാണ്, ഒരാളെ സൂചിപ്പിക്കുന്നു. എസ് ഉള്ളത് കൊണ്ട് നമുക്കത് സിംഗുലറാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. ഇവിടെ ആസ് വന്നു, ഈസ് വന്നു, അത് സിംഗുലറാണ്. എസ് വന്നു ഇവിടെ വെർബിൻ്റെ കൂടെ, അപ്പോൾ ഇതൊന്നിനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള വഴികളുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടെൻസും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറ്റും. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമുക്കിങ്ങനെ ടെൻസ് ഓർമ്മപ്പെടുത്താൻ പറ്റും. നമ്മുടെ സെൻറ്റൻസുകൾ മെച്ചപ്പെടും. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം, ഇതിൻ്റെ ബേസിക്സ്, ലാംഗ്വേജിൻ്റെ ബേസിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങളായിട്ട് സ്വന്തം സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. അതെല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, മറ്റൊരു കണ്ടൻറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്